Good morning. ഓക്കെ മാജിക് മോർണിംഗ്. ഓ എല്ലാവരും Magic ഹാപ്പി morning, magic morning. ഓക്കെ 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 അപ്പോൾ എല്ലാ മണ്ടത്തെയും പോലെ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. അപ്പോൾ NLP സർട്ടിഫൈഡ് ട്രെയിനർ ആയിട്ടുള്ള പ്രവീണ മാം ആണ് ഇന്നത്തെ സെഷൻ എടുക്കുന്നത്. അപ്പോൾ മാമിൻ്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞ് ചെറിയ ജീവിയും വലിയ നിഴലും എന്നാണ്. സോ ഈ ഒരു നല്ലൊരു ടോപ്പിക്കിനെ കുറിച്ച് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടി ഞാൻ പ്രവീണ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. പ്രവീണ മാം പ്ലീസ് വെൽക്കം മാം. Good morning, Gopika. Thank you so much. അപ്പൊ എല്ലാവരും മൺഡേ എല്ലാവരുടെ തിരക്കുകളിലൊക്കെ തയ്യാറെടുക്കുന്ന ഒരു ദിവസമാണ്. അപ്പൊ അതിനു മുന്നേ നമുക്ക് ഈ ചെറിയ ജീവിയും വലിയ നിഴലിനെയും കുറിച്ചൊന്ന് അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയാൽ കുറച്ചും കൂടി സ്മൂത്ത് ആവും നോക്കാം. ഓക്കെ, ചെറിയ ജീവിയും വലിയ നിഴലും എന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയ ഒരു ചിന്ത ഒന്ന് ഷെയർ ചെയ്യാം. ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്യാം. ഇത് കണ്ടപ്പോൾ എനിക്ക് എന്ത് തോന്നി? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു കേട്ടോ. ചെറിയ ജീവിയും വലിയ നിഴലും, ഇത് കണ്ടപ്പോ എന്റെ മനസ്സിലേക്ക് വന്ന ചിന്ത എന്താണ് ഒന്ന് ഷെയർ ചെയ്യാം. നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാനാവും. കൂടുതൽ നല്ല ഇംപ്രഷൻസ്, വലിയ വലിയ ഇംപ്രഷൻസ് ഇവിടെ ചെയ്തു പോകാനാവും എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലാക്കി അങ്ങനെയാണ് തോന്നുന്നത്. എന്നാൽ ഞാൻ വേറെ ചോദ്യം കൂടി ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചു. ഇന്നലെ പത്രങ്ങളിലൊക്കെ കോമൺ ആയിട്ടുണ്ടായിരുന്ന ഒരു ചിന്തയാണെങ്കിൽ ഒരു വാർത്തയായിരുന്നു വേനൽ ഷോക്ക്. വേനൽ ഷോക്ക് എന്ന് പറഞ്ഞപ്പോ അതിനെക്കുറിച്ച് താഴെ വൈദ്യുതിയെ കുറിച്ചും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ചപ്പോ എനിക്ക് തോന്നിയത് ഇതാണ്, അല്ലെങ്കിൽ പത്രം വായിക്കുന്നവരോടാണ് ഞാൻ കേട്ടോ ചോദിച്ചത്. അപ്പൊ ഇന്നലെ പ്രധാന തലക്കെട്ടൊക്കെ അത് തന്നെയായിരുന്നു. അപ്പൊ ഈ വേനൽക്കാലത്ത് വരുന്ന ഒരു ഷോക്കാണ് അത്ര വേനൽ ഷോക്ക്. ഇത് കേട്ടപ്പോ എനിക്ക് എന്ത് തോന്നി എന്നൊന്ന് ഷെയർ ചെയ്യാം. ആർക്കൊന്നും തോന്നിയില്ല? അതോ ഞാൻ പേപ്പർ വായിച്ചിട്ടില്ല എന്നാണോ ഉദ്ദേശിച്ചത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിനെക്കുറിച്ച് ഇന്നും പേപ്പറിൽ വാർത്തയുണ്ട്. പേപ്പർ വായിച്ചില്ല. പേപ്പർ വായിച്ചില്ല. ഓക്കെ, ശരി. അപ്പൊ പിന്നെ അവരോടൊന്നും പറയാൻ പറ്റില്ല. വായിച്ചവരൊന്നത് കണ്ടുവോ എന്നുള്ളതാണ് അടുത്ത കാര്യം. മുന്നിൽ മനോരമ പത്രത്തിലൊക്കെ ഫ്രണ്ട് പേജിൽ തന്നെ ഉണ്ടാവും. എനിക്കൊന്നും തോന്നിയില്ല. ഇനി അതും പോട്ടെ, വേനൽ ഷോക്ക്, അതായത് കേരളം ചോദിച്ചതും കേന്ദ്രം നൽകിയതും എന്ന് കൂടി അത് കൂട്ടിച്ചേർത്തു. അപ്പൊ വേനൽക്കാലമാണ് വരുന്നത്. അപ്പോ കേരളം എന്ത് ചെയ്തു? കേന്ദ്രത്തിനോട് വൈദ്യുതി ചോദിച്ചു. അപ്പൊ വൈദ്യുതി ആവശ്യമുള്ളതിന് കിട്ടിയില്ല, ലഭിക്കില്ല എന്നുള്ളൊരു മറുപടിയാണ് കിട്ടിയത്. ഇനി ഇന്നത്തെ പത്രത്തിൽ വീണ്ടും എഴുതിയിട്ടുണ്ട്, അസമയം അല്ലെങ്കിൽ നമുക്ക് എല്ലാ ഘട്ടങ്ങളിലും ഈ ഒരു വേനൽക്കാലത്ത് ഒരു ലോഡ് ഷെഡിങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത് കേൾക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്ന ചിന്ത എന്തായിരിക്കും എന്നൊന്ന് പറയുന്നു. എന്തായാലും കറണ്ട് കട്ട് ഉണ്ടാവും എന്നാണ് അവർ പറഞ്ഞു വരുന്നത്. നമ്മൾ വെറുതെ ടോപ്പിക് എല്ലാ ആഴ്ചയും പറയുന്നത് പോലെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല എന്നറിയുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നത്. ഒരു ഷെയറിംഗ് വേണം, ഒരു ഡിസ്കഷൻ വേണം, എങ്കിൽ മാത്രമേ ഈ ഒരു ടോപ്പിക് നിങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ മാത്രം സാധിക്കുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഒരു ചോദ്യം ചോദിക്കുന്നത്. മാം ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയോ? ഇപ്പൊ ഇന്നലെ പറഞ്ഞു ഒരു വേനൽ ഷോക്ക് വേനൽക്കാലത്ത് വരാൻ പോകുന്നത്, നമ്മൾ വൈദ്യുതി നമുക്ക് ആവശ്യത്തിന് കിട്ടില്ല, ലഭിക്കില്ല എന്നാണ് കേന്ദ്രം പറഞ്ഞത്. പക്ഷെ ഇന്നത്തെ പത്രത്തിൽ കൊടുത്തിരിക്കുന്നത്, അപ്പൊ നമ്മൾ അസമേളകൾ എപ്പോഴും വേണമെങ്കിൽ നമുക്ക് ഒരു പവർ കട്ട്, ലോഡ് ഷെഡിങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഈ വേനൽക്കാലത്ത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് കേൾക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് എന്തായിരിക്കും വന്നത് എന്ന് ഷെയർ ചെയ്യാമോ? അല്ല, ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ലിമിറ്റ് ചെയ്ത് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ ലോഡ് ഷെഡിങ്ങിന്റെ ഒരു അങ്ങനെയാണോന്ന് എനിക്കറിയില്ല. അങ്ങനെ അല്ല, എനിക്ക് തോന്നിയത് നമുക്ക് ഓരോരുത്തർക്കും തോന്നി ഷെയർ ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. എങ്കിൽ മാത്രമേ ഈ ടോപ്പിക് നിങ്ങളിലേക്ക് എത്തുള്ളൂ. വെറുതെ ഒരു ടോപ്പിക് പറഞ്ഞു പോകാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ്. ശരി, അപ്പൊ ചൂട് അസ്വസ്ഥത ഉണ്ടാവും. മാം പറഞ്ഞു ചൂട് കൊണ്ടുപോകും. ഇനിയിപ്പോ ലോഡ് ഷെഡിങ് കൂടി വന്നാൽ കേരളമാണ്. ഇനിയിപ്പോ വേനൽക്കാലമാണ്. ഈ ചൂട് കാലത്ത് ലോഡ് ഷെഡിങ് കൂടി വന്നുള്ള അവസ്ഥ എന്താ? എങ്ങനെ ഉറങ്ങും? ഒരു ഇത്തിരി സമയം പോലും ഫാൻ ഇല്ലാതെ. അതെ, കംഫർട്ടബിൾ ആയിട്ട് ഫാൻ ഇല്ലാതെ എങ്ങനെ ഇരിക്കും? യെസ്, നല്ല ഷെയറിങ്. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നിയോ?
കറണ്ട് ഒരു ചാർജ് കൂടും ഉപദേശ ഒരു പറയുന്നു. ഉപദേശത്തിന് ലക്ഷക്കണക്കിന് ഉറുപ്പ് ചോദിച്ചതായിട്ട് പത്രത്തിൽ വന്നിരുന്നു. ഒരു ഉപദേശത്തിന് ലക്ഷക്കണക്കിന് പൈസ ചോദിച്ചതായിട്ട് ഒരു വാർത്ത കണ്ടു. ഓക്കെ, ശരി. അപ്പം അബ്ദുൾ റസാഖ് സാർക്ക് ഇതൊന്നും മനസ്സിൽ തട്ടിയിട്ടില്ല. അത് മാത്രമേ, അതായത് ഒരു ഉപദേശം ചോദിച്ചപ്പോൾ ഇത്രയും പൈസ കൊടുക്കേണ്ടി വന്നു എന്നുള്ള ചോദ്യമാണ് മനസ്സിലേക്ക് വന്നത്. ഓക്കെ, അപ്പൊ വേനൽ ഷോക്ക് എന്ന് പറയുമ്പോൾ, അതായത് കേരളം ചോദിച്ചതും കേന്ദ്രം നൽകിയതും എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, ഈ വേനൽക്കാലം വരുമ്പോൾ നമ്മൾ പറയും, ഓ എന്തായാലും ഈ വേനൽ ലോഡ് ഷെഡിങ് കൊണ്ട് കഴിഞ്ഞു, ഇനിയിപ്പോ എന്തായാലും നല്ലൊരു ചൂടുകാലം വരുമ്പോൾ ഇനി പവർ കട്ടും കൂടി ആണെങ്കിൽ പറയുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ വീണ്ടും പറയുന്നത് വെച്ചാൽ നമ്മുടെ വേനൽ ഈ കറണ്ട് വൈദ്യുതി ബില്ല് കൂടാനുള്ള സാധ്യതയുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഉടനെ നമ്മൾ പറയും, ആ ഇനിയിപ്പോ വേനൽക്കാലവും ഇനിയിപ്പോ വൈദ്യുതിയുടെ കണക്ഷനും അല്ലെങ്കിൽ നമ്മുടെ കറണ്ട് ചാർജ് കൂടും, ഇനി എങ്ങനെ ജീവിക്കും? ഇനി എന്തിനേറെ പറയുന്നു, നമുക്കൊരു ബജറ്റ് വന്നു. ഒരു ബജറ്റ് വന്ന സമയത്ത് 12 ലക്ഷം രൂപ വരെ ഉള്ളവർക്ക് നികുതി നൽകേണ്ടതില്ല എന്ന് കേട്ടപ്പോൾ എന്റെ മനസ്സിൽ എന്ത് തോന്നി? ഞാൻ നൗഫലിനോട് ചോദിക്കട്ടെ, അതിനെക്കുറിച്ച് നൗഫലിന് എന്താണ് തോന്നിയത്? 12 ലക്ഷം വരെ വരുവാനുള്ളവർക്ക് നികുതി നൽകണ്ട എന്നാണ് പറഞ്ഞത്. അപ്പൊ നൗഫൽ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു. ഇതൊന്നും നമുക്ക് നൗഫലിനോട് ചോദിച്ചു. നൗഫൽ എന്താണ് അത് കേട്ടപ്പോ തോന്നിയത്? നൗഫൽ അൺമ്യൂട്ട് ചെയ്യാമോ? സത്യം പറഞ്ഞാലേ ഞാൻ ഇതൊക്കെ കേൾക്കുന്നതിനും ഉണ്ടായിരുന്നത്, ഞാൻ അത് പേപ്പറല്ല ന്യൂസ് തന്നെ വായിക്കാറില്ല, കേൾക്കാറില്ല പൊതുവെ. ബഡ്ജറ്റ് വേണം പറഞ്ഞത് എവിടെയായി കേട്ടിട്ടുണ്ട്. അപ്പോ 12 ലക്ഷം രൂപ ഉള്ളവർക്ക് വാർഷിക വരുമാനം ഉള്ളവർക്ക് നികുതി ഇല്ല, നികുതി അടക്കേണ്ടതില്ല എന്നൊരു ഇത് വന്നിരുന്നു. ഓക്കെ, അത് കേട്ടപ്പോ എന്തായിരുന്നു നൗഫലിന് തോന്നിയത്? ഒരു സന്തോഷം തോന്നി. ഒരു സന്തോഷം. എന്താണ് സന്തോഷത്തിന്റെ കാരണം? അത്ര വരുമാനമുള്ള ആളുകൾക്ക് ആ നികുതി ഒഴിവാക്കി പെട്ടു എന്നുള്ളത്. വാർഷിക വരുമാനമാണോ ഉദ്ദേശിച്ചത്? അല്ല, അതെ, മന്ത്ലി വരുമാനം. വാർഷിക അല്ലല്ല, വരുമാനം. സന്തോഷം തോന്നി, അത്രേ ഉള്ളൂ. സന്തോഷം തോന്നി. എന്നാൽ എനിക്ക് തോന്നിയത് ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു. ഞാൻ 12 ലക്ഷം എന്ന് കേട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എന്റെ സാലറി വെച്ച് ആദ്യം കണക്കൂട്ടാൻ തുടങ്ങി. കണക്ക് കൂട്ടിയിട്ട് 12 മാസം ഇൻറ്റു എന്റെ സാലറി കണക്കൂട്ടി പറഞ്ഞു, 12 ലക്ഷം ഭാഗ്യം എനിക്ക്. അല്ല, ഇനിയിപ്പോ 12 ലക്ഷത്തിൽ കൂടുതൽ നികുതി പറഞ്ഞാൽ 12 ലക്ഷം ഒന്നും എനിക്കില്ല. ഇപ്പൊ ഞാനിപ്പോ ഈ നികുതിനെ കുറിച്ചൊന്നും ഓർക്കേണ്ട കാര്യമില്ല. കേട്ടോ, എന്റെ തോട്ടം എങ്ങനെയാ പോയത്? അപ്പൊ തന്നെ ഞാൻ എനിക്ക് ആത്മാർത്ഥമായിട്ട് തോന്നിയ കാര്യമൊന്നും, ഞാൻ ഉടനെ എന്റെ സാലറി ആലോചിച്ചു, ഇൻറ്റു 12 ചെയ്തു. 12 ലക്ഷം. ഓ, ഈ 12 ലക്ഷത്തിന്റെ കാര്യമൊന്നും ഞാൻ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എനിക്ക് അതൊന്നും അത്രയൊന്നും ആവുന്നില്ല. പിന്നെ ഇപ്പൊ ഞാനിപ്പോ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഞാനത് വിട്ടു. ഇനി വേനൽ ഷോക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഉടനെ ചിന്തിച്ചു, ഓ ഇപ്പൊ കറണ്ട് ചാർജ് കൂടും എന്നാണ് സർക്കാർ പറഞ്ഞു തരുന്നു. ഇനിയിപ്പൊ അതിനും ഒരു വഴി കണ്ടെത്തണം. പിന്നെ ആലോചന മുഴുവൻ ഇതാണ്. പിന്നെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു, കറണ്ടൊക്കെ നോക്കി ഉപയോഗിക്കണേ, കറണ്ട് ചാർജ് കൂടാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ ഒന്ന് ലിമിറ്റ് ചെയ്ത് നോക്കിയാൽ ആവശ്യമൊക്കെ ഉപയോഗിച്ചോളൂ, അല്ലാത്തപ്പോ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത്. പിന്നെ ഇതിനെ കുറിച്ചായി ചർച്ച മുഴുവൻ. പിന്നെ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ കറണ്ട് കട്ടു. ഉടനെ ചോദിച്ചു, കറണ്ട് കട്ടു, ശരി, കറണ്ട് ഒക്കെയാണ് മോട്ടിവേഷൻ ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. ഈ കറണ്ട് കട്ട് കണ്ടത് ഈശ്വര, ഇനിയിപ്പോ രാത്രി ഉറങ്ങണമെങ്കിൽ ഇനിയിപ്പോ പവർ കട്ടും ഉണ്ട്, എങ്ങനെ ഉറങ്ങും ഈ ചൂടുകാലത്ത്? ഇപ്പൊ പിന്നെ കുറേശ്ശെ തണുപ്പുള്ളത് കൊണ്ട് അവന് സഹിച്ചു പോവാം. എന്നാലും ഈ കറണ്ട് കൂടെ കട്ടും കൂടി വന്നാൽ ഞാൻ ഉറങ്ങുന്ന കാര്യം തീരുമാനമായി. കണ്ടോ, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു 3 കാര്യങ്ങൾ കേട്ടപ്പോ എന്റെ മനസ്സിലൂടെ കടന്നുപോയത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ഇതാണ്. അതായത് ചെറിയൊരു കൊതുകായിരിക്കും വരുന്നത്, ഒരു അരമണിക്കൂറിന്റെ പവർ കട്ടേ ഉണ്ടാവുള്ളൂ. ആ അരമണിക്കൂർ ഒന്ന് എഴുന്നേറ്റ് നടക്കാം, പുറത്ത് കാറ്റൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ പുറത്ത് എന്തായാലും ഒരു കുടുംബ രാത്രി ഉണ്ട്, എന്തായാലും ചൂട് പകലത്തെ പോലെ ചൂടൊന്നുമില്ല. ആ സമയത്ത് ഒന്നും ചെയ്യേണ്ട, കറണ്ട് കട്ടല്ലേ, സുഖമായിട്ട് ഒന്ന് എഴുന്നേറ്റ് നടക്കാം, എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കാം, എന്തൊക്കെ ചെയ്യാം, ഒരു പാട്ട് കേൾക്കാം. ഇതൊന്നുമല്ല ചിന്തിക്കുന്നത്. ആ സമയത്ത് ഇപ്പൊ ഉള്ള അവസ്ഥ പോലും മറന്ന് ആ സമയത്തുള്ള ചൂടിനെ കുറിച്ച് ആലോചിച്ച് പിന്നെ അതിനെ കുറിച്ച് സംസാരിച്ച് ഇനി അതും പോട്ടെ, ഇനി ഇത് കേട്ടിട്ട് എന്ത് ചെയ്യും, തൊട്ട മുന്നിൽ ആരാണോ അടുത്ത് വരുന്നത് അവരോടും കൂടി പറയും, എന്ത്, കറണ്ട് കട്ട് ഇട്ടുണ്ടോ? ഏത് വേനൽക്കാലത്ത്? ഇതിപ്പോ ഫെബ്രുവരി ആയിട്ടും വേനൽക്കാലമായി വരുന്നേ ഉള്ളൂ. കൂടുതൽ വേനലിലേക്ക് അടുക്കുന്നേ ഉള്ളൂ. മാർച്ച്, ഏപ്രിൽ, മെയ്, ഇനി 3 മാസമുണ്ട്. ഇതിനെ കുറിച്ചാണ് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വേനൽക്കട്ട് പവർ കട്ട് ഉണ്ടെന്നാ പറഞ്ഞത്, ഇങ്ങനെ ഉറങ്ങുന്നുണ്ടോ? പിന്നെ ചർച്ചകൾ അവിടെ കൊടുമ്പിരി കൊള്ളുവാണ്. പിന്നെ അതങ്ങനെ തുടർന്നു പോയിട്ട് അപ്പോഴേക്കും എന്തെങ്കിലും ഒന്ന് നമ്മുടെ മനസ്സിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. ഗാരി ജോൺ ബിഷപ്പ് പറയുന്ന ഒരു കാര്യമുണ്ട്, സ്ട്രെസ് ഈസ് എ കോൺവെർസേഷണൽ സ്ലാപ്പ് ഫ്രം ദി യൂണിവേഴ്സ്. ഒരു അടിയാണത്രേ നമുക്ക് വരുന്ന സ്ട്രെസ്. ഇത് കേൾക്കുമ്പോൾ, അതായത് എന്തെങ്കിലും ഒരു നികുതിയുടെ കാര്യം വരുമ്പോൾ പ്ലാസ്റ്റിക്കിന് വില കൂടും,
അല്ലെങ്കിൽ മൊബൈൽ ഫോണിന് വില കൂടും, ആഡംബരം കാറുകൾക്ക് വില കൂടും, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾക്ക് വില കൂടും. ഇത് കേൾക്കുമ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്കും? ഇങ്ങനെ പോയാൽ നമ്മൾ എങ്ങനെ ജീവിക്കും? ഇനിയിപ്പോട്ടെ മൊബൈൽ ഫോണിന് വില കൂടും, ആൾക്കാർക്ക് മൊബൈൽ ഫോണിൽ ജീവിക്കാൻ എന്തിനേറെ പറയും. ഒരു മൊബൈൽ ഫോൺ വാങ്ങിയാൽ നമ്മൾ മിനിമം ഒരു 4-5 വർഷം നന്നായി കൊണ്ടുപോകുന്ന ആൾക്ക് ഉപയോഗിക്കാം. അപ്പോഴാണ് ഒരു മൊബൈൽ ഫോണിന് വില കൂടുമെന്ന് പറയും. പിന്നെ അതിനെ കുറിച്ച് എങ്ങനെയാണ് മനുഷ്യന്മാരിന് ജീവിക്കാൻ പോകും? പിന്നെ കണ്ടോ, നമ്മൾ ഇത് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. അപ്പോഴേക്കും ഒരു സ്ട്രെസ് വന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഈ സ്ട്രെസ് വരുന്നതെന്ന് വെച്ചാൽ അതൊരു കോൺവെർസേഷണൽ സ്ലാപ്പാണ്. അതായത് നമുക്ക് സ്ട്രെസ് വരുന്നുണ്ടെങ്കിൽ അതൊരു അടിയാണെന്നാണ് പറയുന്നത്. ടു വേക്ക് യു അപ് ടു യുവർ ട്രൂ പൊട്ടൻഷ്യൽ. അതായത് ആ സമയത്ത് അത്തരം ഒരു ചിന്ത വന്നു, പവർ കുക്കിനെ കുറിച്ച് ചിന്തപ്പോ, അല്ലെങ്കിൽ വേനൽ ഷോക്ക് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഉറപ്പിച്ചു, യെസ് ഇതെന്തെങ്കിലും ആയിരിക്കും, ചൂടാണ് വരുന്നത്. അപ്പോഴേക്കും നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റില്ല എന്ന തരത്തിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങി, സംസാരിച്ചു തുടങ്ങി. അപ്പൊ നമ്മൾ അവിടെ അതും എനിക്ക് ഓവർകം ചെയ്യാൻ കഴിയും എന്ന ഒരു പൊട്ടൻഷ്യലിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്കുണ്ടാവുന്ന ഒരു കോൺവെർസേഷണൽ സ്ലാപ്പാണ് സ്ട്രെസ് എന്നാണ് ഗാരി ജോൺ ബിഷപ്പ് എന്ന് പറയുന്നത്. ആ പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞുകൊണ്ട് എനിക്കത് ഓവർകം ചെയ്യാനുള്ള ചിന്തയല്ല നമുക്ക് വരുന്നത്, തിരിച്ച് അത് സ്ട്രെസ്സുമായിട്ട് കൂട്ടിക്കുഴച്ച് നമ്മൾ തുടങ്ങും. ഈ സ്ട്രെസ്സിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇപ്പൊ വാല്യൂ ഷോക്ക്, പവർ ലോഡ് ഷെഡിങ് എന്നൊക്കെ പറഞ്ഞപ്പോ, പവർ കട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉടനെ ഉണ്ടായ എന്റെ ഒരു സ്ട്രെസ്, അതായത് ഇത് കാലമാണ്, ഭയങ്കര ചൂടായിരിക്കും, ഒരു സ്ട്രെസ് വന്നു. ഇതിനൊക്കെ കാരണം എന്റെ ഉള്ളിൽ തോട്ട് അവിടെ നിൽക്കട്ടെ, തോട്ട് വന്നു. ഈ തോട്ട് അവിടെ നിൽക്കുവോ, പിന്നെ സംസാരം മുഴുവൻ കണ്ണി കണ്ടവരോട് മുഴുവൻ ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എപ്പോ ഇനിയിപ്പോ ഓഫീസിൽ ചെന്നു ഇരിക്കുക, ഇന്ന് കറണ്ട് പോയി ഇരിക്കുക, ഒരു കുറച്ച് സമയത്ത് കറണ്ട് പോയി, ഒട്ടനെ പറയുന്ന അടുത്ത് ഇതന്നെയായിരുന്നു. പേപ്പറിൽ ഉണ്ടായിരുന്നു എന്ത് പവർ കട്ട് ഉണ്ടാവും, അതും കൂടി വന്ന വേനൽക്കാലം കേമാണ്, എങ്ങനെ ഇരിക്കുവോ എന്തോ. ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ ഒരു യാത്രയിലായിരിക്കും, ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. ഉടനെ തുടങ്ങി ഈ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ജീവിതത്തിലേക്ക് സ്ഥിരമായിട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇന്റേണൽ ചാപ്റ്ററിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ റാഗിങ്ങിന്റെ കാര്യത്തിൽ പേപ്പർ 2-3 ദിവസമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഉടനെ നമ്മൾ എന്ത് പറയും, വീട്ടിൽ കുട്ടികൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, എങ്ങനെ ഇവരെ പഠിപ്പിക്കാൻ ഓരോ കോളേജിൽ അയക്കുവോ എന്തോ. ഇതാണ് ലോകത്തിന്റെ അവസ്ഥ. ഇത് പറഞ്ഞ് അവിടെയുള്ള കുട്ടികളെയും പിന്നെ ബാക്കിയുള്ളവരെയും കൂടി പേടിപ്പിക്കുന്ന അവസ്ഥയാണ്. പിന്നെ ഫാമിലിയിലുള്ളത് ചിന്തിക്കാത്ത ആൾക്കാരുടെ മനസ്സിൽ പോലും എന്ത് ചെയ്യും, ഇതങ്ങ് കോരിയിടും. ഇനി തൊട്ടടുത്ത നമ്മുടെ ഫ്രണ്ടിന്റെ മകൻ എവിടെയെങ്കിലും പഠിക്കാൻ പോവുകയാണെങ്കിലോ അവരോടും പറഞ്ഞു കൊടുക്കും, റാഗിംഗ് ഒക്കെ ഉണ്ടാവും കേട്ടോ, സൂക്ഷിച്ചോളൂ. കാരണം എന്റെ മനസ്സിലൊരു ഇന്റേണൽ സ്റ്റാറ്ററിങ് അവിടെ നടന്നു കഴിഞ്ഞു. കോളേജിൽ ചെന്നാൽ റാഗിംഗ് ആണ്. അതുകൊണ്ട് മക്കളെ പഠിപ്പിക്കാൻ വിടാതിരിക്കാൻ പറ്റുമോ, അതുമില്ല. പക്ഷെ ഇത് മനസ്സിൽ കയറി പതിഞ്ഞതോടുകൂടി എല്ലാവരോടും ഇത് പറഞ്ഞു നടക്കും. എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടവരോട് ഇത് പറയുകയും വേണ്ട, അവരോട് കുറച്ച് കൂടുതൽ ആ തീ കോരി അവരുടെ നെഞ്ചിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യും. ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരു കാര്യം കേൾക്കുമ്പോൾ, ഞാൻ പത്രം വായിക്കാറുണ്ടല്ലോ, സ്ഥിരമായി പത്രം വായിക്കും. കാരണം ഇതൊക്കെ ആദ്യം ഇത് കേട്ടപ്പോൾ പത്രം വായന കുറച്ചിരുന്നു, പിന്നെ അത് മാനേജ് ചെയ്ത് തുടങ്ങി. കാരണം ലോകത്ത് ഇങ്ങനെയും സംഭവങ്ങൾ ഉണ്ട്, ഇത്രയും ഇങ്ങനെയുള്ള വ്യക്തികളും അവസരങ്ങളും അല്ലെങ്കിൽ ഇത്രയും സംഭവങ്ങളും നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട് എന്നൊരു അവയർനെസ് കിട്ടാൻ നമുക്ക് പത്രവായന നല്ലതാണ്. പക്ഷെ അവിടെ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, എന്തുകൊണ്ട് പത്രം വായിക്കാൻ നമ്മൾ അതിലേക്ക് പോകുന്നില്ല? കാരണം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ പത്രങ്ങളിൽ കാണുന്നു എന്ന് പറയുന്നു. ഓക്കെ, അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരു കാര്യം കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കയറുന്ന ഒരു തോട്ടിനെ നമ്മൾ ഒട്ടനെ ഒരു ഇന്റേണൽ ചാറ്റിംഗ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ചിന്തിച്ച് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് അതൊരു സ്ട്രെസ് ആക്കി മാറ്റും. കാണുന്നവരോടും പറയുന്നവരോടും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നവരോടും എല്ലാം ഉള്ളിൽ നടന്ന ഇന്റേണൽ ചാറ്റിംഗ് പറഞ്ഞുകൊണ്ടേയിരിക്കും. മറിച്ച് ഈ നമുക്ക് വരുന്ന ആ സ്ട്രെസ്സിന്റെ സമയത്ത് നമുക്ക് എന്ത് ഇമോഷനാണ് വരുന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. എനിക്കൊരു ഭയമാണ് വരുന്നത്, ആ ഭയത്തിൽ നിന്നാണ് ഇന്റേണൽ ചാറ്റിംഗ് തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. വരട്ടെ എന്നല്ല ചിന്തിക്കുന്നത്, ഇനി എന്ത് ചെയ്യും, ഒരു ഭയം അവിടെ വന്നു കയറും. കോളേജിൽ പഠിപ്പിക്കാൻ പോകുന്ന ടീച്ചർമാരോട് ചിന്തിച്ചു തുടങ്ങി. ഒരു പ്രിൻസിപ്പളിനെ ഒരു +2 വിദ്യാർത്ഥി കയറിയപ്പോ ഭയപ്പെടുത്തി എന്ന് പറഞ്ഞു, പുറത്തേക്ക് ഇറങ്ങുമല്ലോ കാണിച്ചു തരാം. ഇത് കേൾക്കുന്ന ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത അധ്യാപകർ പറഞ്ഞു തുടങ്ങി, എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കും? ഇതൊക്കെയല്ലേ ലോകത്തിന്റെ അവസ്ഥ. ഒന്നും പേടിക്കേണ്ട, ആ കൊളുത്ത്, അതായത് ആ പ്രശ്നം കൊളുത്തു മൂരി നമ്മുടെ വീട്ടിലെ സോഫയിൽ വന്നിരിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. കാരണം ഞാൻ പറഞ്ഞു ഇന്റേണൽ ചാറ്റിംഗ് നടത്തി കഴിഞ്ഞു, അതവിടെ പറഞ്ഞു, ആ വൈബ്രേഷൻ യൂണിവേഴ്സിലെത്തി. അന്നത്തെ ദിവസം സ്കൂളിൽ പോകുമ്പോൾ തന്നെ ആ അധ്യാപകനോ അധ്യാപിക്കോ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആ പ്രശ്നം ഉണ്ടാകുമ്പോൾ പറയുന്നത് എന്താണ്,
ഇന്ന് രാവിലെ ആ പേപ്പറിൽ വായിച്ചപ്പോഴേ ഞാൻ ഓർത്തു ഈ ജോലിയും സുരക്ഷിതമല്ല. അവിടെ ഇന്റേണൽ ചാറ്റിംഗ് നടത്തിയിട്ടാണ് വരുന്നത്. ഉടനെ തന്നെ ഇതാണ് ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞ യൂണിവേഴ്സ് എന്ത് ചെയ്യും? അവിടെ അടുത്ത് തന്നെ നമ്മൾ ചെല്ലുമ്പോഴേക്കും നമുക്ക് ആവശ്യമുള്ള ഒരു അവസരം അവിടെ ഒരുക്കിയിട്ടുണ്ടാവും. അപ്പൊ എന്തിനെ കാണുമ്പോഴും എന്തിനെ കുറിച്ച് ഓർക്കുമ്പോഴും നിങ്ങൾക്കൊരു സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഇന്റേണൽ ചാറ്റിംഗ് നടത്തുന്നതിന്റെ മുന്നേ എന്തുകൊണ്ട് വാട്ട് ഇമോഷൻസ് ഐ എം എക്സ്പീരിയൻസിങ് എന്ന് തിരിച്ചറിയണം എന്ന് പറയും. ഒരു വേനൽ ഷോക്കിന് കേട്ടപ്പോൾ എനിക്കൊരു ഭയമാണ് ഉണ്ടായത്. എങ്ങനെ കിടന്നുറങ്ങും? കറണ്ട് ബില്ല് കൂടിയാൽ ഇതൊക്കെ അടയ്ക്കണ്ടേ? അപ്പൊ പിന്നെ അതിന്റെ കണക്കുകൂട്ടലാണ്. അപ്പൊ ഒരു ഭയമാണ് വന്നതെങ്കിൽ ആ ഭയത്തിന് പിന്നിൽ ഒരു കാരണം ഉണ്ടാവും. കാരണം അവിടെ കംഫർട്ടായിട്ട് ഇതുവരെ പോയിരുന്ന എനിക്ക് അവിടെ ഒരു ബ്രേക്ക് വരുത്തേണ്ട ആവശ്യം ഉണ്ടാവും. ചിലപ്പോ വേനൽക്കാലത്ത് കറണ്ട് ബില്ല് കൂടും. പക്ഷെ അവിടെ നമുക്ക് സ്മൂത്ത് ആയിട്ട് കംഫർട്ടായിട്ട് ജീവിക്കണമോ എന്നുള്ള കാര്യമല്ല ഓർക്കുന്നത്. ഒരു ഭയത്തെ തുടർന്ന് ഇതെങ്ങനെ ഓവർകം ചെയ്യുന്നു എന്ന് ചിന്തിക്കാതെ ആ ഭയത്തിനെ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോവാണ്. ഈ ഭയത്തിനെ കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ സ്ട്രെസ് ഉണ്ടാവും. കാരണം ആ ഭയം ഇന്റേണൽ ചാറ്റിങ്ങോട് കൂടി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ രീതിയിൽ രണ്ട് തരത്തിലാണ് ഇന്റേണൽ ചാറ്റിംഗ് നടത്തുന്നത് എന്ന് പറയും. ഒന്ന് നമ്മുടെ ഉള്ളിലും, പിന്നെ ഇതിനെ തുടർന്ന് നമ്മുടെ മുന്നിലുള്ള വ്യക്തികളുമായിട്ടൊക്കെ നമ്മൾ ഇതിങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. എന്തായിരുന്നു ഇതിന്റെ ആവശ്യം? അത് കേട്ടു, ഇറ്റ്സ് ഓക്കെ. ഇത്തരത്തിലുള്ള അവസരങ്ങളും നമുക്ക് ചുറ്റും ഉണ്ടാകാം. ഇതും നമ്മുടെ ചുറ്റുമൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. അപ്പൊ നമ്മൾ ഇതിന് നല്ല രീതിയിൽ കുടുംബത്തിൽ അതിനെക്കുറിച്ച് ചർച്ചകൾ ഉണ്ടാവുക. ആ സമയത്ത് എല്ലാവരും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നു എന്ന് പറയുമ്പോൾ അത് കുട്ടികൾക്കും അല്ലെങ്കിൽ കുടുംബത്തിൽ എല്ലാവരും ആ സമയത്ത് ഫാനുകൾ അല്ലെങ്കിൽ കറണ്ട് ഉപയോഗിക്കുന്നു, AC ഉപയോഗിക്കുന്നു. ഇന്നത്തെ കാലത്ത് അതെല്ലാം ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ എല്ലാവരും ഉപയോഗിക്കുമ്പോൾ അതിൻ്റെതായ ഷോർട്ടേജ് ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് വേണ്ട രീതിയിൽ ഈ വീട്ടിൽ എങ്ങനെ ഒരു വൈദ്യുതി ലാഭിക്കാം, അല്ലെങ്കിൽ എങ്ങനെ മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ എനിക്കത് കൺട്രോൾ ചെയ്യാൻ, നമുക്കത് ഒരുമിച്ച് കൂടെ നിന്ന് ഈ മറികടക്കാൻ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഈ ഓരോ നമ്മുടെ വരുന്ന ഉള്ളിലുള്ള സ്ട്രെസ്സിനെ നമ്മൾ അതിന്റെ പെരുപ്പിക്കുകയാണ്. ഒരു ചെറിയ കൊതുകായിരിക്കും കടിച്ചിട്ടുണ്ടാവാം. അതങ്ങ് കടിച്ചൊന്ന് തണുത്ത് വരുമ്പോഴേക്കും ഇത് വല്ല ക്യാൻസർ ആവുമോ എന്തോ എന്ന് ചിന്തിച്ച് ഭയപ്പെടുന്ന അവസ്ഥയായിരിക്കും. അതൊരു വലിയൊരു ജീവിയാക്കി നമ്മൾ മാറ്റും. ആ നിഴലിനെ പേടിച്ച് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ചിന്തിക്കേണ്ടത് ഇത്ര മാത്രം. എന്തിനു വന്നാലും അതൊരു കോൺവെർസേഷൻ, ഒരു സ്ട്രെസ് വന്നാൽ ഇതിന്റെ കോൺവെർസേഷണൽ സ്റ്റെപ്പ് ഒരു അടിയാണ്. യൂണിവേഴ്സിൽ നിന്നുള്ള ഒരു അടിയാണ് ആ സ്ട്രെസ്. എന്തിന്? അതായത് ഉള്ളിൽ നടക്കുന്ന നമ്മുടെ ഈ പൊട്ടൻഷ്യലിനെ കംഫർട്ട് സോണിൽ നിന്ന് മാറ്റി അതിന് ഓവർകം ചെയ്യേണ്ട ഒരു അവസരമാക്കി കണ്ട് ആ ചെറിയ ജീവിയായി മാത്രം കണ്ട് ആ ചെറിയ ജീവിയായി കൊതുകിനെ ഒട്ടകപ്പക്ഷിയാക്കുന്നതിന് പകരം ആ കൊതുകിനായി മാത്രം കണ്ടാൽ മതി. ഇനി അതിന് ചെറുത് വേണമെന്ന് ഒന്നും പറയുന്നില്ല. കൊതുകായി മാത്രം കണ്ടത് ഒരു കൊതുകാണ് കടിച്ചത്. അപ്പൊ ആ കൊതുകിനെ മാറ്റിക്കളയാൻ എന്തെങ്കിലും എനിക്ക് സാധിക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ സ്ട്രെസ്സിനെ ഓവർകം ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുക. ഇന്റേണൽ ചാറ്റിംഗ് നടത്തുമ്പോൾ ഓർക്കേണ്ടത് അത്തരം ഒരു വൈബ്രേഷൻ ആണ് നമുക്ക് ചുറ്റുമുള്ള ഈ ഒരു യൂണിവേഴ്സിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ആ ഒരു ഇന്റേണൽ ചാറ്റിംഗ് ഒരു നെഗറ്റീവ് ആണെങ്കിൽ അത് ഒട്ടും സംശയിക്കാതെ നമ്മുടെ വീട്ടിലെ ആ ഗേറ്റും തുറന്ന് നമ്മുടെ വീട്ടിലെ കസേരയിൽ വന്നിരിപ്പുണ്ടാവും. താമസിയാതെ നമുക്കൊരു അവസരം ഉണ്ടാകുമ്പോൾ അത് കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ അത്തരം ഒരു ചിന്തയിലേക്ക് പോകാതെ ആ ചെറിയ ജീവിയെ തിരിച്ചറിഞ്ഞ് എന്റെ ഉള്ളിൽ എന്ത് ഇമോഷൻ ആണെന്ന് മനസ്സിലാക്കി അതിനെ ഓവർകം ചെയ്യാനുള്ള മെന്ററെയോ അതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളെയോ കണ്ടുപിടിച്ച്, അതും അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് സ്വന്തം സ്ട്രെസ്സിനൊന്ന് തോന്നി ഒന്ന് ഡിസ്കസ് ചെയ്ത് എങ്ങനെ ഓവർകം ചെയ്തെന്ന് ചിന്തിച്ച് അതിനെ മുന്നോട്ട് പോകുമ്പോൾ ആ കൊതുകായി തന്നെ അങ്ങ് മാറിപ്പോകും. ഒരിക്കലും അത് ഒട്ടകപ്പക്ഷിയോട്ട് മാറില്ല എന്ന് സൈക്കോളജി പറയുന്നു. അപ്പൊ ചിന്തിക്കേണ്ടത് ഇത്ര മാത്രം. എന്തിനെ കുറിച്ചാണ് ഞാൻ കൂടുതൽ വേവലാതിപ്പെടുന്നത്? എന്താണ് ഞാൻ എന്റെ ഉള്ളിൽ സ്ഥിരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? ആ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ കൂടുതൽ നെഗറ്റീവായിട്ട് വീണ്ടും മറ്റുള്ളവർ, അതാണ് അബ്ദുള്ള സാറ് പറയുന്നത്. കറണ്ട് പോയപ്പോ ഉടനെ എന്ത് ചെയ്യും? പവർ കട്ട് വന്നു. അപ്പൊ അതിനൊരു മെഴുകുതിരി കത്തിച്ച് അവിടെ വെളിച്ചമായി എന്ന് പറയുന്നത് പോലെ ഇപ്പൊ ഒരു സിനിമയിൽ ഉണ്ടായിരുന്ന ഡയലോഗ് എന്റെ മനസ്സിൽ എപ്പോഴും ഓർത്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇരുട്ടിന്റെ സമയത്ത് ഒരു മിന്നാമിന്നിങ്ങിന്റെ വെളിച്ചം പോലും നമുക്ക് യൂണിവേഴ്സ് നൽകും എന്നാണ് പറയുന്നത്. ഒരു ഇരുട്ട് വന്ന് നിറയുമ്പോൾ നമ്മളൊന്ന് ചുറ്റും നോക്കിയാൽ മതി, ഒരു മിന്നാമിന്നിങ്ങിന്റെ വെളിച്ചം നമുക്കായി കാത്തു വെച്ചിട്ടുണ്ടാവും. നമുക്ക് പക്ഷെ ആ മിന്നാമിന്നിന്റെ വെളിച്ചമൊക്കെ എന്ത് എന്നൊരു തോന്നലാണ്. ആ മിന്നാമിന്നിന്റെ വെളിച്ചം കൊണ്ട് ഈ ഇരുട്ടത്ത് എന്താണ് കാര്യം എന്നൊരു തോന്നലാണ് നമുക്ക്. അത് ആ ഇരുട്ടത്ത് ആ മിന്നാമിനിന്റെ വെളിച്ചം കാണാൻ ഒരു ഭംഗിയുണ്ട്. അത് കാണാൻ നമ്മൾ മറന്നു പോവാണ്. ആ ഭംഗിയിലേക്ക് ശ്രദ്ധിക്കുമ്പോ
ഈ സ്ട്രെസ് ഒക്കെ അങ്ങ് മാഞ്ഞു പോകും. ആ ഇരുട്ടിൽ നമ്മുടെ ചിന്തകൾക്ക് വെളിച്ചം പകരും. അവിടെ ആ വെളിച്ചം പകരുമ്പോൾ നമുക്കതിലേക്ക് ഒരു വഴി തുറന്നു കിട്ടുന്നതായിട്ട് കാണാനും സാധിക്കും. എന്തായാലും ഒരു കൊതുക് കടിക്കുമ്പോൾ അത് കൊതുകാണ് കടിച്ചതെന്ന് മാത്രം ഓർത്ത് അതിനെ ഒരു ഒറ്റപ്പക്ഷിയായിട്ട് കാണാതിരിക്കുക. അതിനെ ഇന്റേണൽ ചാക്രിങ് വരുന്നുണ്ടെങ്കിൽ ഇമോഷനെ തിരിച്ചറിയുക, ആ ഇമോഷന്റെ കാരണം കണ്ടെത്തുക, അതിനെ റിലാക്സ് ചെയ്ത് തിരിച്ചറിഞ്ഞ് അതിനെ ഹീൽ ചെയ്യാൻ ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുക. എന്തായാലും എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിൽ ഇത് നമ്മുടെ ജീവിതത്തിലൂടെ പകർത്തി ഒരു പത്രം വായിക്കുമ്പോൾ പോലും കേൾക്കുന്നതിനെ വിലയിരുത്തിക്കൊണ്ട് അത് സ്വന്തം ജീവിതത്തിലേക്ക് ഇന്റേണൽ ചാക്രിങ് നടത്തി അതിനെ ക്ഷണിച്ചു വരുത്താതെ ഇത്തരം കാര്യങ്ങളും ലോകത്ത് നടക്കുന്നുണ്ട് എന്നൊരു ബോധ്യത്തോടു കൂടി മുന്നോട്ട് ജീവിക്കുക. കാരണം നമുക്കൊന്നിനെ കഴിയില്ല. നമ്മുടെ കൺട്രോളിലില്ലാത്ത കാര്യം നമ്മൾ എങ്ങനെയാ തടയുന്നത്? അപ്പൊ ഇത്തരം മനുഷ്യരും നമുക്ക് ചുറ്റുമുണ്ട്. അവരൊക്കെ അങ്ങനെ ആയിത്തീരാനുള്ള കാരണം അവർ ഹീൽ ചെയ്യപ്പെടാത്തത് കൊണ്ടാണ്. അവർ വളർന്ന കാലഘട്ടം കൊണ്ടാണ് അവർ ഇത്തരത്തിൽ ജീവിച്ച് അല്ലെങ്കിൽ അത്തരത്തിൽ ഓരോ കുറ്റകൃത്യങ്ങളിലേക്ക് പോകുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് ചുറ്റും ഹീൽ ചെയ്യപ്പെടാത്ത ഒരുപാട് വ്യക്തിത്വങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കി അവരെ കൂടുതൽ നല്ല രീതിയിലേക്ക് നയിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അവർക്ക് വലിയൊരു പ്രാർത്ഥന നൽകാൻ. ഇപ്പൊ ഇന്നത്തെ പത്രത്തിലുണ്ട് കുംഭമേളയെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായ മരണത്തെ കുറിച്ച്. ഉടനെ പലരും പറയുന്നത് ഇതിനൊക്കെ പോകേണ്ട വല്ല ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നതിന് പകരം അന്ന് ആ സമയത്ത് സംഭവിച്ചവർക്ക് ഒരു ആത്മശാന്തിക്ക് പ്രാർത്ഥിക്കാം. അവരെ അതിൽ നിന്ന് ആ കുടുംബത്തിൽ നിന്ന് കരകയറാൻ കഴിയട്ടെ. കാരണം അവരും ഒരു നല്ല ഇന്റൻഷൻ വെച്ചിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. അവർക്കും നല്ലത് വരട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇനിയൊരു തിരക്കിൽപ്പെടുമ്പോ ഞാൻ എങ്ങനെ രക്ഷപ്പെടണം എന്ന ഒരു ചിന്തയിൽ കൂടെ നമ്മളെ നടത്തിക്കൊണ്ടുപോയിട്ട് ഇന്റേണൽ ചാക്രിങ്ങിനെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ഏവർക്കും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഐ ബ്ലസ് യു ഓൾ, ഐ താങ്ക് യു ഓൾ ആൻഡ് ഐ ലവ് യു ഓൾ. ഗുഡ് ഡേ. താങ്ക് യു മാം. ഗുഡ് ക്ലാസ്. പ്രവീണ മാം, താങ്ക് യു സോ മച്ച്. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻ, അല്ലെങ്കിൽ ഒരുപാട് തിങ്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള സെഷൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ സെഷൻ്റെ ഒരു ഫീഡ്ബാക്കിംഗ് ടൈം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് കിട്ടിയിട്ടുള്ള പോയിന്റ്സോ കാര്യങ്ങളോ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടൈമാണ്. ഓക്കെ, ഇനി ആരാണ് ഫസ്റ്റ് ആയിട്ട് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുന്നത്? ഓക്കെ, അബ്ദുള്ള സർ. മാഡം, ഇതിപ്പോ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഫിയർ ആണല്ലോ. മാഡത്തിന്റെ ക്ലാസ് ഞങ്ങളെല്ലാവരും ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്. ഇപ്പൊ ഫിയർ ആണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇതില് എനിക്കൊരു കോൺട്രാസ്റ്റ് ആയിട്ട് തോന്നുന്നത്, നമ്മൾ സമൂഹത്തില് ഇപ്പോ പേടിപ്പെടുത്തുന്ന ചില രംഗങ്ങളുണ്ട്. നമ്മളാ പേടി വേണം എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകില്ല. കാരണം നമുക്ക് പ്രതികരിക്കണമല്ലോ. ഒരു ഭരണാധികാരികളിൽ നിന്നുള്ള ഒരു തിക്തമായിട്ടുള്ള സമൂഹത്തിന് മോശമായിട്ടുള്ള ഒരു രീതി അല്ലെങ്കിൽ ഭരണരീതി വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതികരിക്കണമല്ലോ. പക്ഷെ നമ്മൾ ആ പേടി അതേറ്റ് നമ്മൾ എഴുതിച്ചേരുന്നതിനേക്കാൾ നല്ല പ്രതികരിക്കണം. അപ്പൊ നമ്മളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ അതിനോട് എഴുതിച്ചേരുന്നതിനെക്കാട്ടി നല്ല പ്രതികരിച്ചാലല്ലേ അതിനൊരു മാറ്റം വരുള്ളൂ. അപ്പൊ ആ പേടി നമ്മളിൽ ഉണ്ടാവണം, കുറച്ചൊക്കെ, അല്ല കംപ്ലീറ്റ് അല്ല. ഉദാഹരണം, പണ്ട് പിന്നെ കുഴി കുത്തി കീഴ്ജാതിക്കാർക്ക് ഭക്ഷണം കൊടുത്തിരുന്നു. അതൊക്കെ നമ്മൾ ആ പ്രതികരിച്ചുകൊണ്ടാണ്. അല്ലെ നമ്മൾ അതിനോട് ഇഴകി ചേർന്നിരുന്നെങ്കിൽ നമ്മൾ അതിലേക്ക് ഇന്നും പ്രീ ഹിസ്റ്റോറിക് മാനായിട്ട് മാറുമായിരുന്നു. പക്ഷെ അവരിന്ന് മാറി, പ്രതികരിച്ചു. ഇതിനോട് ഇത് എനിക്ക് യോജിപ്പാണ്. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ എഴുതി കത്തിക്കുക. പക്ഷെ അതേ സമയത്ത് ഇതും കൂടി നമുക്ക് ഈ പേടി ഇത്തിരി നല്ലതാണ്. കാരണം ഒരു ഭ്രാന്തൻ ഒരു വിളക്കുതിരിയിൽ പോയി കൈ വെക്കും, അയാൾക്ക് പേടിയില്ല. പക്ഷെ നമ്മളാണെങ്കിലോ ആ കൈ വലിക്കും. അപ്പൊ ആ പേടി അവിടെ ആവശ്യമാണല്ലോ. സംശയമുണ്ട് മാഡത്തിന്റെ. അല്ല, അബ്ദുൾ സാറ് പറഞ്ഞത് ശരിയാണ്. പേടി വേണം. പറഞ്ഞ വരി ഒരു ഇരുട്ട് നമ്മൾ വരുമ്പോ തീർച്ചയായിട്ടും ഒരു കറണ്ട് കട്ട് ഉണ്ടെങ്കിൽ കുറച്ചു സമയം വന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞോ എങ്ങനെ ഇത് മാറുമെന്നോർത്ത് ആവശ്യമില്ലാത്ത സംസാരം, ഇന്റേണൽ ചാപ്റ്ററിങ് എങ്ങനെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ആവശ്യമില്ലാത്ത സംസാരങ്ങൾക്ക് പകരം നമുക്ക് കറണ്ട് പോയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? കറണ്ട് പോയാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യാം? തൊട്ടടുത്ത വീട്ടിലേക്ക് എന്റെ ഒളിഞ്ഞു നോക്കുക. അവിടെ കറണ്ട് ഉണ്ടോന്നല്ലേ നമ്മൾ ആദ്യം നോക്കുക. ആണോ അല്ലയോ?
ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. തൊട്ടടുത്ത വീട്ടിൽ കറണ്ട് ഉണ്ടോ? അവിടെ കറണ്ട് ഉണ്ടല്ലോ. അപ്പൊ ഇനി ഇവിടെ എന്തോ ഇവന്മാരെന്തോ ഏത് KSBക്കാരെ പറയുന്നത് കേട്ടോ. ഉടനെ എന്ത് ചെയ്തു? അവരെ കുറ്റം പറഞ്ഞു. ഉടനെ എന്ത് ചെയ്തു? നമുക്ക് എന്ത് ചെയ്യും? KSBയിലൊക്കെ വിളിക്കാനും ഒക്കെ നമ്പർ ഉണ്ട്. ഉടനെ എന്ത് ചെയ്യും? നമുക്ക് നമ്മുടെ ഈ പോസ്റ്റിന്റെ നമ്പർ ഒക്കെ എഴുതി വെക്കാം. അപ്പൊ ഇതൊന്നും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവില്ലേ? എന്നിട്ട് തുടർന്ന് എന്ത് ചെയ്യും? നമ്മൾ പ്രതികരിക്കണമെന്നാണ് വെച്ചാൽ ഇങ്ങനെയാവണം പ്രതികരണം നിന്നേ പറയുള്ളൂ. ഉടനെ നമുക്ക് എന്ത് ചെയ്യും? ഫോൺ എടുത്ത് വിളിക്കാം. വിളിക്കുമ്പോൾ അവർ ചോദിക്കും നിങ്ങളുടെ പോസ്റ്റ് നമ്പർ ഏതാണ്? അപ്പൊ നമ്മൾ പറയും ഇനിയിപ്പോ പോസ്റ്റ് നമ്പർ പറഞ്ഞു കൊടുക്കണം. ഈ ഭാഗത്ത് കറണ്ട് കെട്ടില്ല എന്ന് അവർക്ക് അറിയാം, പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, അതിന്റെ സിസ്റ്റം ഉണ്ടല്ലോ. പക്ഷെ അവർക്കത് എളുപ്പം ലൊക്കേഷൻ മനസ്സിലാകാൻ പോസ്റ്റ് നമ്പർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? അതൊരു ഇൻഫർമേഷൻ ആണ്. നമ്മൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി വീണ്ടും പ്രതികരിക്കുന്നത് എങ്ങനെ? ഇനിയിപ്പോ അവർക്ക് സ്ഥലവും പറഞ്ഞു കൊടുത്തു, ഇനിയിപ്പോ പോസ്റ്റ് നമ്പർ, ഞാൻ ഈ രാത്രി പോസ്റ്റ് നമ്പർ തപ്പിയിട്ടാണ് നടക്കുന്നത്, അതൊരു ഇൻഫർമേഷൻ ആണ്. അത് തുടങ്ങി നമ്മൾ ഇന്റേണൽ ചാറ്റ്. ഇവരോട് പറഞ്ഞാൽ ഒരു പരിഹാരം ഉണ്ടാവും തോന്നുന്നില്ല. ഉടനെ എന്ത് ചെയ്യണം? ആ ഇന്റേണൽ ചാറ്ററിങ്ങിന് പകരം തൊട്ടടുത്ത് ഇനി എന്ത് ചെയ്യണം? ഇനി അടുത്ത പ്രാവശ്യം വിളിക്കാൻ വേണ്ടി നമ്മുടെ പോസ്റ്റ് നമ്പർ ഒന്ന് എഴുതി വെക്കുന്നത് നല്ലതാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പണ്ട് ഇങ്ങനെ മണ്ണിൽ കുഴിച്ച് അവിടെ ഇല ഇട്ടിട്ടാണ് വെച്ച ഭക്ഷണം. അവിടെ പ്രതികരിക്കേണ്ട എന്നല്ല, സമൂഹം ഇങ്ങനെ ചെയ്യേണ്ട ഒന്നുമല്ല പറയുന്നത്. ഇപ്പൊ നമുക്ക് പേടി വേണം. എന്തുകൊണ്ടാണ് നമുക്ക് പേടി വരുന്നത്? നമുക്ക് എന്തെങ്കിലും സംഭവിക്കും, നമ്മുടെ ചുറ്റുവട്ടത്ത് എന്തെങ്കിലും, നമ്മുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും സംഭവിക്കും എന്നുള്ള പേടി കൊണ്ടാണ്. നമുക്ക് തൊട്ടപ്പുറം തമിഴ്നാട്ടിൽ എന്ത് നടക്കുന്നു നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? അതിനെക്കുറിച്ച് നമ്മൾ പേടിക്കുന്നുണ്ടോ? ഇല്ല. നമ്മളെ കുറിച്ച് മാത്രമേ പറയൂ. പ്രതികരിക്കരുത് എന്നതല്ല പറഞ്ഞു. ഭയം വേണ്ട എന്നുമല്ല. ഭയം സ്വാഭാവികമാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, എനിക്കിന്ന് രാവിലെ അല്ലെങ്കിൽ ഇന്നലെ കേട്ടപ്പോ എനിക്ക് ഉള്ളിലുള്ളൊരു ടെൻഷൻ. എന്തുകൊണ്ട്? ഇതുവരെ ഞാൻ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അത് ബ്ലോക്കായി. ഉടനെ അതിനെ കുറിച്ച് ആവശ്യമില്ലാതെ കാട് കയറി ചിന്തിക്കുക മാത്രമല്ല, അത് ഉള്ളിൽ പറഞ്ഞു നടക്കും, കണ്ണി കണ്ടവരോട് പറയുകയും ചെയ്യും. അതിനും നല്ലത് അതിനെന്ത് വഴി എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിൽ നമ്മൾ പിന്നോട്ട് പോകുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കണം. പക്ഷെ ആ പ്രതികരിക്കുന്നതിലും നമുക്ക് ഒരുപാട് ചോയ്സുകൾ ഉണ്ട്. നമുക്ക് വേണ്ട രീതി, ഇപ്പൊ ഞാൻ ഈ KSBയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞതുപോലെ അവിടെ വേണമെങ്കിൽ ആ പ്രതികരിക്കുന്നതിന് ഒരു കാരണമുണ്ട്. ഒരു കറണ്ട് കെട്ട് പോയി ശരി, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഇരുട്ടായി, എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ ഇരുട്ടത്ത് ആ സമയത്ത് ഇരിക്കാൻ നിവൃത്തിയുള്ളതെന്ന് വെച്ചാൽ ഉടനെ ചിന്തിക്കേണ്ടത് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്നാണ്. KSBയിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവർക്കും അതിനുണ്ടായ സമയം കൊടുക്കണം എന്നുള്ളതാണ്. ഒരു കാര്യം ഒരു ദിവസം കൊണ്ട് മാറി മറിഞ്ഞിട്ടില്ല ഈ ലോകത്ത്. അതിന് അതിൻ്റെതായ സമയം എടുക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് പ്രതികരിക്കുക. ആവശ്യമില്ലാതെ നമ്മുടെ ഇന്റേണൽ ചാറ്ററിങ് കൊണ്ട് നമ്മൾ ആവശ്യമില്ല അത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുക എന്നൊരു യൂട്യൂബേഴ്സ് പറഞ്ഞു. എനിക്കറിയില്ല അബ്ദുള്ള സാർ ചോദിച്ചതിന്റെ ചോദ്യത്തിന് എത്രത്തോളം ഞാൻ അതിന് മറുപടി നൽകി എന്നുള്ളത്. ഓക്കെ. രണ്ട് വ്യത്യാസമാണ്. കാരണം നമ്മളെ ഇന്റേണൽ ആയിട്ടുള്ള കാര്യം മാഡം പറഞ്ഞത്. അപ്പൊ അത് കറക്റ്റാണ്. കാരണം നമ്മൾ വെറുതെ ഇങ്ങനെ ശപിച്ചു കൊണ്ടിരുന്നിട്ടും മറ്റേ പ്രതികരിച്ചിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ ഞാൻ എന്റെ ഭാര്യയോട് തന്നെ പറയും, നമ്മുടെ പ്രശ്നങ്ങള് അതിങ്ങനെ എപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആര് വന്നാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ട് പരിഹാരമാവുന്നില്ലല്ലോ. വഴികൾ തേടണം. എന്താ അപ്പൊ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ല, ചിലവർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് മാഡം പറഞ്ഞ കറക്റ്റാണ്. ആ ഇന്റേണൽ ചാറ്ററിനെ കൺട്രോൾ ചെയ്യുക. അതാണ് ചെറിയ ജീവിയെ മാത്രം കണ്ടാൽ മതി. കറക്റ്റ്. താങ്ക് യു മാം. താങ്ക് യു. ഹലോ, മാജിക് മോർണിംഗ് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. മാജിക് മോർണിംഗ് തുടക്കത്തിൽ ഇതിന്റെ ടോപ്പിക്കും സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയത്. എന്താണ് സംഭവം, എവിടേക്കാ പോകുന്നത് മനസ്സിലായില്ല. പക്ഷെ വളരെ സൂപ്പർ ആയിട്ടുള്ള, കാരണം എല്ലാവരുടെ മനസ്സിലുള്ള ചിലപ്പോൾ ഒരുവിധ ആളുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. വളരെ ഉപകാരപ്രദം. ഇപ്പോൾ ഒരു കൊറോണ വന്ന സമയത്ത് ഞാൻ അതൊക്കെ ആദ്യം ഓർത്തത്. അത് സ്പ്രെഡ് ആയത് ശരിക്ക് രോഗാണു സ്പ്രെഡ് ആകുന്നതിലും കൂടുതൽ വാക്കുകൾ കൊണ്ടാണ് സ്പ്രെഡ് ആയത്. ലോകത്ത് ചിന്തകൾ കൊണ്ടാണ് സ്പ്രെഡ് ആയതെന്ന് തോന്നുന്നു. ലോ അട്രാക്ഷൻ ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ മുക്കത്തടുത്ത് കൂടരഞ്ഞൊക്കെ ഒരു പുലി ഇറങ്ങിയത് കൊണ്ട് ആളുകൾ അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. രാവിലെ മുതൽ വൈകുന്നേരം ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ചായ കുടിക്കാൻ കയറുമ്പോൾ അവിടെ തന്നെ സംസാരം. പിന്നെ ഇതേപോലെ മറ്റുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെയൊക്കെ വെറുതെ ആളുകൾ ഇങ്ങനെ ഇതിനെ കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇതിനെ കുറിച്ച് വെറുതെ ഭയപ്പെടുത്തുക, കുട്ടികളെ ഭയപ്പെടുത്തുക. സാറ് പറഞ്ഞ മാതിരി ചെറിയൊരു ഭയം വേണം. അത് ആ സമയത്ത് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് മതി. പുലർച്ചെ ഒരു വഴിക്ക് പോവുകയാണെങ്കിൽ അതിന്റെ കരുതലോട് കൂടി പോവുക. അല്ലാതെ ഉറങ്ങുമ്പോഴും ഉണ്ണുമ്പോഴും ഒക്കെ ഇതിനെ കുറിച്ച് ചിന്തിച്ച് വേവലാതിപ്പെട്ടിട്ട് നല്ല നിമിഷങ്ങളോട് നമ്മൾ നഷ്ടപ്പെടുത്തുക, അല്ലെങ്കിൽ ആ ഒരു ചിന്തനെ ക്ഷണിച്ചു വരുത്തിയിട്ട് ആ സംഭവം നമ്മളിലേക്ക് വരുത്തുന്ന ഒരു പ്രക്രിയ ഒക്കെ വരിക. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പേപ്പറൊന്നും വായിക്കാറില്ല. അത് ഈ ഒരു കാരണം കൊണ്ടാണ്.
പക്ഷെ മാം പറഞ്ഞപ്പോൾ നമുക്ക് എന്താ ഇനി ധൈര്യത്തിൽ വായിക്കാം, കാരണം അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്ന് പഠിച്ചു. അപ്പൊ ഏതായാലും വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. ഇത് പറഞ്ഞാൽ ആരും ഒരിക്കലും ചിന്തിക്കാത്ത ഒരു ടോപ്പിക് ആയിരുന്നു. വളരെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ്. കാരണം നമ്മൾ പോസിറ്റീവ് കൂടുതൽ നേരം ചിന്തിക്കുക, അല്ലെ പോസിറ്റീവ് കൂടുതൽ ആളുകളോട് സംസാരിക്കാൻ ചെയ്യില്ല. നെഗറ്റീവ് എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ അത് നമ്മൾ പെട്ടെന്ന് പറയും, അതിലേക്ക് കേൾക്കും, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. അത് ടെലിവിഷനിൽ വരെ ചർച്ച നമുക്ക് അറിയാലോ, ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റി ആണല്ലോ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. പക്ഷെ അത് നമ്മൾ ഓവർകം ചെയ്യാം എങ്ങനെയാന്നുള്ളത് പഠിച്ചു. സാറ് പറഞ്ഞ പോലെ ഭയമൊക്കെ ഉള്ളത് അതും സത്യമാണ്. നമ്മൾ ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു ഭയം ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒന്നും ശ്രദ്ധിക്കാതെ പോയിട്ട് അപകടങ്ങളൊക്കെ ക്ഷണിച്ചു വരുത്തും. അപ്പൊ ഏതായാലും വളരെ നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു. വെൽക്കം ഡോക്ടർ. നാട്ടിലെ പുലിയുടെ കാര്യം പറഞ്ഞു, ശരിയാണ്. അപ്പൊ പുലി ഇറങ്ങിയ നാട്ടിലാണെങ്കിൽ പിന്നെ എല്ലാവരും പിന്നെ എന്നിട്ട് മുറ്റത്തേക്ക് ഇറങ്ങാൻ പറയും, പുലി ഒന്ന് ശ്രദ്ധിച്ച് നടക്കണം കേട്ടോ, കേട്ടിട്ടുണ്ടല്ലോ പുലി ഇറങ്ങുന്നു എന്നുള്ള കാര്യം പറയും. ഇവിടെ പറയാനുള്ള കാരണം എന്താ, നമ്മളൊക്കെ ചിന്തിക്കുന്നുണ്ട് ഇപ്പൊ നമ്മളൊക്കെ ജനിച്ച ഒരു 19 വയസ്സ് വരെ ജീവിക്കും എന്നാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഉറപ്പ്, അതൊരു കംഫർട്ട് സോണാണ്. 80 വയസ്സ് വരെ ഞാൻ ഉണ്ടാവും, 50 വയസ്സ് അല്ലെങ്കിൽ 90 ഉണ്ടാവും. ഈ മരണം എന്ന് പറയുന്നത് ഇത് പുലിയായിട്ടായിരിക്കും ചിലപ്പോൾ ഏത് നിമിഷവും സംഭവിക്കാം എന്നുള്ള ഒരു ചിന്ത നമ്മളിലേക്ക് വരണം. അതായത് ഇന്ന് വരെ ഞാൻ ജീവിച്ചു എന്നൊരു ഗ്രാറ്റിറ്റ്യൂഡോടും നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ ഒരു പക്ഷെ ഇതിൽ നിന്നൊക്കെ കരകയറാൻ നമുക്ക് സാധിക്കാം. പുലി ഇറങ്ങുന്നതിന് നമ്മുടെ കൺട്രോളുള്ള കാര്യമല്ല, അത് പുലിക്ക് തോന്നി പുലി ഇറങ്ങി, ശരി. അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടെങ്കിൽ സർക്കാരിനെ നമ്മൾ അറിയിച്ചു, അവർക്കും അതിൻ്റെതായ പഠനങ്ങൾ നടത്തി അതിൻ്റെതായ കാരണങ്ങൾ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് ഉണ്ടാവും, അത് അവരുടെ വഴിക്ക് വിട്ടു എന്നും പറഞ്ഞ് പിന്നെയും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചിലപ്പം അപ്പുറത്തു കൂടെ പോയ നല്ലതാണ് പുലി നമ്മുടെ പറച്ചിൽ കേട്ടിട്ട് ചിലപ്പോൾ അവിടുന്ന് വഴി തിരിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് കയറിപ്പോയി ആ കൊളുത്തൂരി നമ്മുടെ വീട്ടിലേക്ക് നടന്നു വന്ന് നമ്മുടെ സ്വപ്നയിൽ ഇരിക്കുന്ന. അപ്പൊ എന്ത് ഭയമുണ്ട്, അതായത് ഈ ഭയത്തിലുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇനിയും ജീവിക്കും, നമ്മൾ ഇത്ര കാര്യം ഈ പുതിയ കാരണമാണ് നമ്മൾ മരിച്ചത് എന്നൊരു തോന്നലാണ് നമുക്ക്. അത്രയേ ഉള്ളൂ, അതിനൊരു കാരണം വന്നു എന്ന് ചിന്തിക്കുമ്പോ വരട്ടെ, നമുക്ക് അതാണ് വിധിയെങ്കിൽ അല്ലെങ്കിൽ അതാണ് നമുക്ക് അത്രയേ ഉള്ളൂ എങ്കിൽ ഈ ഭൂമിയിൽ അത്രേ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ, അതിനൊരു കാരണവും ഉണ്ടാവും. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ പിന്നെ അത് പറഞ്ഞ് വലുതാക്കുകയാണ്. ആ വലുതാക്കി വരുമ്പോൾ എല്ലാം നമ്മൾ കാണുന്ന ആ രീതിയിലായിരിക്കും എന്നാണ്. താങ്ക് യു. ചിന്തകളെ മാഡം പറഞ്ഞ പോലെ ചിന്ത വളരെ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്. ഒറ്റ മിനിറ്റും കൂടി എടുക്കുക കേട്ടോ, ഞാൻ കഥ വായിച്ചത് ഓർത്തു പോയിട്ടാ. അതായത് ഒരു സ്ഥലത്ത് ഒരു വധശിക്ഷ നടപ്പാക്കുന്നത് പാമ്പുകളെ കൊത്തിച്ചുകൊണ്ടാണ്. ഒരു പാമ്പുണ്ടാവും അവിടെ, വളരെ വിഷമുള്ള പാമ്പാ. ഇതിനെ കൊത്തിച്ചുകൊണ്ടാണ് ഇവരെ കൊല്ലുന്നത്, ശിക്ഷ നടപ്പാക്കുന്നത്. ആ ഒരു സമയത്ത് ഒരാളെ ശിക്ഷ നടപ്പിലാക്കുന്ന സമയത്ത് പാമ്പ് ചത്തുപോയി. അങ്ങനെ ഇവരെ കണ്ണ് കെട്ടിയിട്ട് ഇവരെന്താ ചെയ്യുന്ന വെച്ചാൽ ചെറിയ 2 മുട്ടുസൂചി കൊത്തുകയാണ്. പക്ഷെ ഇയാള് മരിച്ചു. അപ്പൊ ഇവരാകെ ഞെട്ടി അങ്ങനെ പഠനം നടത്തിയപ്പോ ഇയാളെ ചിന്തകൾ കൊണ്ട് ഇയാളെ മൈൻഡിൽ കണ്ണടച്ചപ്പോ പാമ്പ് കൊത്തുന്നതാ. അങ്ങനെ എന്തോ ഒരു ഹോർമോണിന്റെ ഇതുകൊണ്ട് അദ്ദേഹം മരണപ്പെട്ടു എന്നാണ്. അപ്പൊ ചിന്തകൾക്ക് അത്രയും ശക്തി ഉണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. താങ്ക് യു. അപ്പൊ അതാണ് കാര്യം. ഓ പറഞ്ഞോളൂ. നമ്മുടെ കേരളക്കാരല്ലേ, അപ്പം പിന്നെ ചിന്തകൾ അങ്ങ് മാറി പോവുമല്ലോ. എന്തെങ്കിലും പട്ടിയെ പേപ്പട്ടിയാക്കുകയും പൂച്ചയെ പട്ടിയാക്കുകയും ചെയ്യുന്ന ആൾക്കാരാണല്ലോ നമ്മുടെ ചുറ്റുവട്ടം. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ അത്രയും പഠനവും നമ്മളിങ്ങനെ എന്നും പോസിറ്റീവ് കമ്മ്യൂൺ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെയൊന്ന് ചിന്തിക്കാൻ കഴിയും. പക്ഷെ ഒരു സാധാരണ വീട്ടമ്മയ്ക്കോ അല്ലെങ്കിൽ സാധാരണക്കാർക്കത് ചിന്തിക്കാനുള്ള ഒരു മനസ്സ് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൊതുകിനെ കൊതുക് മാത്രമായിട്ട് കാണാനൊക്കെ ഇച്ചിരി പാടാണ്. നമ്മളിത് ഈ പോസിറ്റീവ് കമ്മ്യൂണിറ്റിയിലായതുകൊണ്ട് മാഡം അല്ലെങ്കിൽ നമ്മൾ വളർന്നു വന്ന സാഹചര്യം അതായതുകൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടർ മാറ്റിയത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ചിന്തിക്കണം. കാരണം കൊറോണ വന്ന സമയത്തായിരുന്നെങ്കിലും അല്ലെങ്കിൽ നിപ്പ വന്ന സമയത്തൊക്കെ എന്തോരം ആൾക്കാരെ പേടിപ്പെടുത്തുകയും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആവശ്യമില്ലാത്ത ഒരു പേടിയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു നമ്മളുടെ തീർച്ചയായിട്ടും ചിന്തകൾ വരും. മാം പറഞ്ഞതുപോലെ ലോഡ് ഷെഡിങ് വരുമ്പം എനിക്ക് ആദ്യം തോന്നിയത് സത്യം പറഞ്ഞാൽ ഉറങ്ങുന്ന കംഫർട്ട് പോകുമല്ലോ എന്നാണ്. കറണ്ട് ചാർജിനെ പോലും ഞാൻ ചിന്തിച്ചില്ല. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ചിന്ത വരും. പക്ഷെ അത് മനസ്സിൽ വന്നാൽ പോലും അത് ആവശ്യമില്ലാത്തടത്ത് പ്രതികരിക്കുമ്പോഴൊക്കെയാണ് അതിന്റെ പ്രശ്നങ്ങൾ കൂടുന്നത്. അതിനെ കൺട്രോൾ ചെയ്യാനായിരിക്കും നമ്മൾ കൂടുതൽ ശ്രമിക്കേണ്ടത്. ശരിക്കും
ഇപ്പം റാഗിങ്ങിന്റെ കാര്യമാണെങ്കിലും പറഞ്ഞു. ഞാൻ പഠിച്ച കോളേജാണ്, ഞാൻ തൊട്ടടുത്താണ് വർക്ക് ചെയ്യുന്നത്. വളരെ ദയനീയാവസ്ഥയാണ്. കേരളത്തിലെ ഒന്നാമത്തെ നാക് അക്രഡിറ്റേഷൻ കോളേജാണ്. അത്ര കഷ്ടപ്പെട്ട് പഴയ ടീച്ചേഴ്സൊക്കെ ആക്കിക്കൊണ്ട് വന്നത് പുതിയൊരു ചെറിയൊരു നോട്ടപ്പശകിന്റെ പുറത്താണ് ഇപ്പൊ ഇത്രയും സംഭവിച്ചേക്കുന്നത്. അത് വളരെ ക്രൂരമായി പോയി. പിള്ളേരല്ലേ ക്ഷമിച്ച് അവസാനം അത് ടീച്ചറിന്റെ പെട്ടയ്ക്ക് തന്നെ വന്ന് ചാടുക ചെയ്തത്. അപ്പം തീർച്ചയായിട്ടും നമ്മള് ചുറ്റുവട്ടത്ത് പ്രതികരിക്കുന്നതിനോട് ഒന്നുകൂടെ ചിന്തിച്ചിട്ട് മാത്രം പ്രതികരിച്ചാൽ കുറച്ചൊക്കെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ഈവൻ നമ്മുടെ കുടുംബജീവിതത്തിലാണെങ്കിലും നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മൾ ആവശ്യമില്ലാതെ എന്തെല്ലാം പറയുന്നുണ്ട്, എന്തെല്ലാം പ്രതികരിക്കുന്നുണ്ട്. ഇതൊക്കെ ആ രീതിയിൽ കണ്ട് നമുക്ക് പ്രതികരിക്കാൻ സാധിക്കുവാണെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഒഴിവാക്കി നമുക്ക് സമാധാനം കണ്ടെത്താൻ പറ്റും എന്നാണ് എനിക്ക് ഇന്നത്തെ ഡിസ്കഷനിൽ നിന്ന് മനസ്സിലായത്. താങ്ക് യു വെരി മച്ച് മാം. താങ്ക് യു ഷീല. ഷീല പറഞ്ഞിട്ട് കൊറോണയുടെ കാര്യം, കൊറോണ കാലത്ത് മരിച്ചവരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ അത് കൂടുതൽ പേര് മരിച്ചത് ഭയം കൊണ്ടാണെന്നാ പറയുന്നത്. ഇപ്പൊ കൊറോണ വന്നിട്ട് ഇല്ല. അപ്പൊ ചിന്തിക്കുന്നത് എന്താണ്, കൊറോണ എനിക്ക് വരും, വന്നു കഴിഞ്ഞാൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ കുടുംബം എങ്ങനെ നീങ്ങും എന്ന് ചോദിച്ചാൽ അവരവരുടെ പോലെ അന്ന് നീങ്ങിക്കോളും. അവരവർക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ഒരുക്കുകയും ചെയ്യും, അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യും. നമ്മുടെ ആ ഭയമാണ് അവരൊക്കെ മരണത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. അതായത് ഞാൻ ഇത്ര കൊല്ലം ജീവിക്കുമെന്ന് ഉറപ്പിച്ചിട്ടാണ് ഓരോരുത്തരും ജീവിക്കുന്നത് എന്നർത്ഥം. അപ്പൊ അത്രയും ഞാൻ ജീവിക്കില്ലേ എന്നൊരു കംഫർട്ട് സോണിൽ നിന്ന് മാറി ഒരു ഭയം വന്നു കൂടുകയാണ്. ഇപ്പൊ ടീച്ചർ പറഞ്ഞു, ഇപ്പൊ നല്ലൊരു കോളേജ് ആയിരുന്നു, ആ ഒരു അവസരം വന്നപ്പോ കുട്ടികൾ, അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്തത്, കുട്ടികളെ മാത്രം കുറ്റം പറയുന്ന ഒരവസ്ഥ, കുട്ടികൾ ഇങ്ങനെ ചെയ്യാൻ പാടുന്നു. അപ്പൊ കണ്ടോ ഒരു അവസരം, അവരുടെ ഒരു ചെറിയൊരു നോട്ടപ്പിശക്, ചിലപ്പോ ഇതൊക്കെ നടക്കും എന്നൊരു അവസ്ഥ വന്നപ്പോ അവരത് ചെയ്തു. അത് ചിലപ്പോ അവര് പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇതൊരു മരണത്തിലേക്ക് പോകും എന്നുള്ള ചിന്ത അവരിലേക്ക് വന്നിട്ടുണ്ടാവില്ല. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ. പക്ഷെ നമ്മൾ പറയുന്നത് എന്താ, ഇതൊന്നും പറയില്ല. എങ്ങനെ കുട്ടികളെയൊക്കെ കോളേജിൽ വിടും, ഇതാണ് ചിന്തിക്കുന്നത്. അല്ലാതെ ഒരുപാട് കോളേജുകൾ നമുക്ക് ചുറ്റുമുണ്ട്, അവിടെയൊക്കെ കുട്ടികൾ നന്നായി പഠിക്കുന്നുണ്ട്, പഠിച്ചിറങ്ങിയവരുണ്ട്. ഇതൊന്നുമല്ല നമ്മുടെ കുട്ടികൾ, അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ഇതൊന്നും വരാൻ പാടില്ല എന്നാണ് ചിന്തിക്കുന്നത്. ഇതെല്ലാം സമൂഹത്തിലുണ്ട് എന്ന് തിരിച്ചറിയാനാണ് നമ്മള് ഏറ്റവും കൂടുതൽ ശക്തരാക്കുന്നത്. ഇതൊക്കെ സമൂഹത്തിലുണ്ട് എന്നൊരു ബോധ്യം വരുത്തുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഓക്കെ, താങ്ക് യു ശിവൻ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആരാ സംസാരിക്കുന്നേ? നമുക്ക് ടൈം 6:31 ആയിട്ടുണ്ട്. നമുക്ക് വൈകിട്ട് എന്നാലും നല്ല ക്ലാസ് ആയിരുന്നു പ്രവീണ മാം. നമ്മളെ നൗഫൽ സാർ ഒരു ഫീഡ്ബാക്ക് പറഞ്ഞപ്പോഴേ പുലിന്റെ കാര്യം പറഞ്ഞു. അപ്പോ പ്രവീണ മാമിന്റെ പോസ്റ്റർ ഞാൻ നോക്കിയപ്പോ ഒരു പൂച്ച, ആ പൂച്ചന്റെ നേല് വലിയ നേലായിട്ടാണ് കണ്ടത്. അപ്പോൾ നൗഫൽ സാറിന്റെ ആ ഫീഡ്ബാക്കിൽ ഈ പുലിയെ കുറിച്ച് സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഒരു പൂച്ച പോയാൽ ഇതേപോലെ പോസ്റ്ററിൽ കണ്ട പോലെ പൂച്ചനെ പുലിയായി കാണുമെന്നുള്ളത്. പൂച്ചയെ പുലിയായി, നേല് വലുതും സാധനം ചെറുതുമായിരിക്കും. അപ്പൊ പൊതുവെ ഈ ശിലമേം പറഞ്ഞായിരിക്കാനാണ് എല്ലാവരും ചിന്ത പോകുന്നത് ഒരു ചെറിയ സംഭവം കിട്ടുമ്പോഴേക്കും അതിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ, കുറെ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. എല്ലാ കാര്യവും അങ്ങനെ തന്നെ, എല്ലാവരും കേരളക്കാരും അങ്ങനെ തന്നെ. പൊതുവെ ചിന്തന്റെ കാര്യത്തിൽ കുറച്ച് നല്ല കാര്യം ഉണ്ടാവില്ല കേട്ടോ, ഒക്കെ നെഗറ്റീവ് ആയിരിക്കും. നല്ല കാര്യം ഒരിക്കലും അങ്ങനെ ചിന്തിക്കൂല. ഒരു ചെറിയ കാർ ഉണ്ടെങ്കിൽ എനിക്ക് വലിയ കാർ ഇട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ചിന്തിക്കൂല. നേരെ മറിച്ച് നമുക്ക് ബുദ്ധി കൂടുതലല്ലേ സാറേ? അതെ. ഈ ഈ ബി മാജിക്കിൽ വന്നവരുടെ കാര്യമല്ല പറഞ്ഞത്. പക്ഷെ ബി മാജിക്കിൽ വരാനുള്ള അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടും ഇത്തരം ടീമുകളാരും ഇത്തരം വേദിയിലേക്ക് കടന്നു വരില്ല എന്നുള്ള അതിലേറെ രസമാണ്. ആവശ്യമുള്ള ആരും ഇതിൽ വരില്ല. അത് ആവശ്യമുള്ള ഒരുപാട് ആളുകൾ പുറത്തുണ്ട്. പക്ഷെ അവരെ വിളിച്ചാല് അവർക്ക് രാവിലെ എണീക്കാൻ വയ്യ, മെഡിറ്റേഷൻ ചെയ്യാൻ കഴിയില്ല, അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകളാണ് പറഞ്ഞത്. എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമുക്ക് 6:32 ആയിട്ടുണ്ട്, വൈൻഡപ്പ് ചെയ്യാം അല്ലേ? താങ്ക് യു. അതെ, താങ്ക് യു പ്രവീണ മാം. താങ്ക് യു ഓൾ. അപ്പോ എനിവേ താങ്ക് യു സോ മച്ച് ടു ആൾ. അപ്പൊ നമുക്ക് നീല സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ടു ആൾ. താങ്ക് യു മാം. താങ്ക് യു ഓൾ. താങ്ക് യു പ്രവീണ മാം. Thank you, ma'am. താങ്ക് യു.